ഹായ്, എൻ്റെ പേര് രാഹുൽ സേമൺ. ഞാനൊരു MSc ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സ്റ്റുഡൻ്റ് ആണ്, യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ നിന്ന്. ബ്രസീലിലെ COP30യിൽ കാലാവസ്ഥ പ്രകൃതി ധനസഹായത്തിനായി രാജ്യങ്ങളിൽ ദേശീയ പ്ലാറ്റ്ഫോമുകൾ പ്രഖ്യാപിച്ചു. ബ്രസീലിലെ ബെലേമിൽ നടക്കുന്ന COP30ന്റെ ഭാഗമായി ശനിയാഴ്ച നടന്ന മന്ത്രിതല ചടങ്ങിൽ ഇന്ത്യ ഉൾപ്പെടെ 13 രാജ്യങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളുടെ പ്രാദേശിക സഖ്യവും ചേർന്ന് കാലാവസ്ഥ പ്രകൃതി ധനസഹായത്തിനായുള്ള ഒരു ദേശീയ പ്ലാറ്റ്ഫോം സ്ഥാപിക്കാൻ പദ്ധതികൾ പ്രഖ്യാപിച്ചു. ഇതിന്റെ ഏകോപനം 2015 മുതൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സംവിധാനമായ ഹരിത കാലാവസ്ഥാ നിധി ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ട് GCF വഴിയായിരുന്നു. വികസ്വര രാജ്യങ്ങളിൽ വർദ്ധിച്ചു വരുന്ന കാലാവസ്ഥാ മാറ്റങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള ശുദ്ധ ഊർജത്തിന്റെ നിക്ഷേപം നടത്താനുള്ള പദ്ധതികൾക്ക് ധനസഹായം നൽകാനാണ് GCF ലക്ഷ്യമിടുന്നത്. GCFിലെ വെല്ലുവിളികൾ: കാലാവസ്ഥാ ധനസഹായത്തിനായി ഫണ്ടുകൾ വിതരണം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സംവിധാനമാണ് GCF. $19 ബില്യൺ പ്രതിബദ്ധതകൾ ഉണ്ടെങ്കിലും 2024 വരെ അതിന്റെ 1/4 മാത്രമാണ് ശരിയായ രീതിയിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. GCFിന്റെ ഫണ്ട് വിതരണം സംവിധാനങ്ങൾ പലപ്പോഴും പാലിക്കാൻ പ്രയാസമുള്ളതാണെന്നും ഈ ഫണ്ടുകൾ ലഭ്യമാകുന്നതിന് പരിമിതമായ സാങ്കേതിക പിന്തുണ മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നും വികസ്വര രാജ്യങ്ങളിൽ നിന്ന് GCF വിമർശനം നേരിടുന്നുണ്ട്. GCFിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്ന് അതിന്റെ ഫണ്ടുകൾ പൊരുത്തപ്പെടുത്തൽ അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ, ലഘൂകരണം, മിറ്റിഗേഷൻ എന്നിവയ്ക്കായി തുല്യമായി വിഭജിക്കുക എന്ന് ഉറപ്പ് എന്നതാണ്. ബ്രസീൽ ധനകാര്യ മന്ത്രാലയവും GCFും സംയുക്തമായി ആതിഥേയത്വം വഹിച്ച് ബെലേമിലെ മന്ത്രിതല പരിപാടിയിൽ മന്ത്രിമാരും മറ്റു മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥരും അന്താരാഷ്ട്ര, ദേശീയ, പൊതു, സ്വകാര്യ കാലാവസ്ഥാ ധനകാര്യ നേതാക്കളും പങ്കെടുത്തു. പുതിയ കൺട്രി പ്ലാറ്റ്ഫോം: ഇന്ത്യ ഇതിനകം GCFുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും കാലാവസ്ഥ പ്രകൃതി ധനസഹായത്തിനായി ഒരു പുതിയ കൺട്രി പ്ലാറ്റ്ഫോം സ്ഥാപിക്കുന്നത് ഫണ്ടുകൾ ലഭ്യമാക്കുന്നതിനുള്ള ഭിന്നിച്ച സമീപനത്തിൽ നിന്ന് മാറി രാജ്യത്തിന് മുന്നോട്ടു പോകാൻ സഹായിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. പ്രത്യേകിച്ചും വികസ്വര രാജ്യങ്ങളിൽ നിന്നും പൊരുത്തപ്പെടുത്തലിനും മുൻഗണന നൽകാനും കാലാവസ്ഥ ധനസഹായത്തിലേക്കുള്ള പ്രവേശനം മെച്ചപ്പെടുത്താനുമുള്ള ആവശ്യങ്ങൾ നിലവിൽ COP30 നടപടികളിൽ ശക്തമായി ഉയരുന്നു. ഒരു വർഷമാണിത് എന്നതിനാൽ ഇതിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. കൺട്രി പ്ലാറ്റ്ഫോമിനെ കുറിച്ച് കൂടുതൽ വ്യക്തമാക്കാനായി ദ ഹിന്ദു പരിസ്ഥിതി മന്ത്രാലയവുമായി ബന്ധപ്പെട്ടെങ്കിലും പ്രസ് ടൈം ഇതുവരെ പ്രതികരണമൊന്നും ലഭിച്ചില്ല. പാരീസ് ഉടമ്പടിയിലെ ആർട്ടിക്കിൾ 9.1 ശനിയാഴ്ച ചർച്ചകൾ പകുതിയിലെത്തിയപ്പോൾ വികസിത രാജ്യങ്ങൾ ലഘൂകരണത്തിനും പൊരുത്തപ്പെടലിനുമായി ഫണ്ട് നൽകണമെന്ന് അനുശാസിക്കുന്ന പാരീസ് ഉടമ്പടിയിൽ ആർട്ടിക്കിൾ 9.1 എന്ന ഭാഗത്തെക്കുറിച്ച് ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ചർച്ചയ്ക്കും ഒരു റോഡ് മാപ്പിനുമായുള്ള വികസ്വര രാജ്യങ്ങളുടെ മുറവിളിക്കും ഇന്ത്യ നേതൃത്വം നൽകി. അത്തരമൊരു പ്ലാറ്റ്ഫോമിന്റെ പ്രഖ്യാപനം ആഗോള പൊരുത്തപ്പെടൽ ലക്ഷ്യത്തിലേക്കുള്ള ഗ്ലോബൽ ഗോൾ ഓൺ അഡാപ്റ്റേഷൻ GGA പുരോഗതി അളക്കാൻ ഉപയോഗിക്കാവുന്ന സൂചനകളുടെ ഒരു ലിസ്റ്റ് ചർച്ചക്കാർ അന്തിമമാക്കുമെന്നും പ്രതീക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കാർബൺ ബ്രീഫ് എന്ന കാലാവസ്ഥാ ചർച്ചകൾ ട്രാക്ക് ചെയ്യുന്ന ഏജൻസിയിലെ അനലിസ്റ്റായ മോളി ലെംബ്രിയുടെ റിപ്പോർട്ട് അനുസരിച്ച് അംഗീകരിച്ച സൂചനകളുടെ ലിസ്റ്റ് തയ്യാറാക്കുന്നതിൽ പുരോഗതി ബുദ്ധിമുട്ടായിരുന്നു. ഏകദേശം 10,000 സാധ്യതാ സൂചനകളിൽ നിന്ന് 100 അന്തിമ സെറ്റിലേക്ക് ചുരുക്കാൻ ഏകദേശം 90 വിദഗ്ധർ 2 വർഷത്തിലേറെയായി പ്രവർത്തിച്ചു. ഇത് COP30 അംഗീകരിക്കേണ്ടതാണ്. എങ്കിലും മറ്റു രാജ്യങ്ങളെപ്പോലെ ദേശീയ പൊരുത്തപ്പെടുത്തൽ പദ്ധതികൾ പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ള ഇന്ത്യയുടെ സാന്നിധ്യം GAയിൽ ഒരു മൂർത്തമായ ഫലം ഉണ്ടാക്കുന്നതിന് വലിയ വാക്കാലുള്ള പിന്തുണയും താൽപര്യവും നൽകുന്നു. ഈ പ്ലാറ്റ്ഫോം പ്രഖ്യാപിച്ച രാജ്യങ്ങൾ ഏതൊക്കെ നോക്കാം. അവരുടെ പ്രാദേശിക പ്ലാറ്റ്ഫോമുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആഫ്രിക്കൻ ഐലൻഡ് സ്റ്റേറ്റ് ക്ലൈമറ്റ് കമ്മീഷൻ AISSC
കംബോഡിയ, കൊളംബിയ, ഇന്ത്യ, കസാക്കിസ്ഥാൻ, ലൊസാന്തോ, മംഗോളിയ, നൈജീരിയ, ഒമാൻ, പനാമ, റുവാണ്ട, ഡൊമിനിക്കൻ റിപ്പബ്ലിക്, ടോഗോ, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികൾ കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്താനുള്ള കൺട്രി പ്ലാറ്റ്ഫോമുകൾ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നതിനെക്കുറിച്ചുള്ള തങ്ങളുടെ കാഴ്ചപ്പാടുകൾ, തന്ത്രങ്ങളും പങ്കുവച്ചു. GCFന്റെ ഒരു കുറിപ്പ് അനുസരിച്ച് മുൻപ് സ്ഥാപിച്ച ബ്രസീൽ കൺട്രി പ്ലാറ്റ്ഫോമും കരീബിയൻ റീജിയണൽ പ്ലാറ്റ്ഫോമും ഉൾപ്പെടെ ഇന്ത്യൻ പ്ലാറ്റ്ഫോമുകളുടെ എണ്ണം 16 ആയി. ഇന്ത്യയുടെ GCF പിന്തുണ 2024 ഓഗസ്റ്റ് വരെ ജലം, ശുദ്ധ ഊർജം, തീരദേശം, ഉപജീവനം, ഗതാഗതം, ഇടത്തരം ചെറുകിട സംരംഭങ്ങൾ, ക്ലൈമറ്റ് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയ മേഖലകളിലെ കാലാവസ്ഥാ മാറ്റങ്ങൾ ലഘൂകരിക്കുന്നതിനും പൊരുത്തപ്പെടുത്തുന്നതിനുമായി 11 പ്രൊജക്റ്റുകൾ $782 മില്യൺ പ്രതിബദ്ധത GCFൽ നിന്നും ഇന്ത്യക്ക് ലഭിച്ചു. ഈ ധനസഹായത്തിന്റെ ഭൂരിഭാഗവും ഇളവുകൾ, വായ്പകളുടെ കൺസെഷൻ ലോൺ എന്നതിന്റെ രൂപത്തിലാണ്. ഇന്ത്യയുടെ പരിസ്ഥിതി മന്ത്രാലയമാണ് GCFുമായി ബന്ധപ്പെട്ട ഫണ്ടിങ്ങിനുള്ള പ്രാഥമിക പ്രവേശന കേന്ദ്രം അല്ലെങ്കിൽ നോഡൽ നിശ്ചയിക്കപ്പെടുന്ന അതോറിറ്റി അല്ലെങ്കിൽ നോഡൽ ഡിസൈനേറ്റഡ് അതോറിറ്റി. താങ്ക് യു.